ഇന്നത്തെ വീഡിയോ S25 പ്ലസിനെ പറ്റി രണ്ട് വാക്ക് എനിക്ക് രണ്ട് വാക്ക് പറയണം പറ്റി രണ്ട് വാക്ക് പറയാൻ വേണ്ടിയാണ് ഗൈസ് വന്നത്. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഫോണുകളെല്ലാം നമ്മൾ ഗെയിമിംഗ് പെർഫോമൻസ് ചെയ്യാറുണ്ട്, ക്യാമറ പെർഫോമൻസ് ചെയ്യാറുണ്ട്, ചാർജിങ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ചാർജിങ് ഡ്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്ന കമൻസ് ആണ് ഞാൻ കൊണ്ട് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം S25 സീരീസിനെ പറ്റി ആൾക്കാർ വീഡിയോ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ S25 പ്ലസിനെ പറ്റി ആൾക്കാരും വീഡിയോ ചോദിച്ചിട്ടില്ല. അപ്പം നമ്മളൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ചാനലിൽ നമുക്ക് എന്തുകൊണ്ടപ്പം പ്ലസ് വീഡിയോ ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പ്ലസ് സീരീസ് തന്നെ കൊണ്ടുവരാമെന്ന് വെച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ വിലയിൽ ഓക്കെ അല്ല. ഇതിപ്പം ഫ്രഷ് മേടിക്കാനായിട്ടുള്ള വിലയിൽ ഞാൻ ഓക്കെ അല്ല. നിങ്ങൾക്ക് ആ വില കൊടുത്താൽ X200 Pro ഒക്കെ ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാം. വിവോയുടെ iOS യൂസ് ചെയ്യുന്നവരാണെങ്കിലും ആൻഡ്രോയിഡിൽ 1UI യൂസ് ചെയ്യുന്നവരാണെങ്കിലും നത്തിങ്ങിൻ്റെ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അതിലെ വോയിസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ ഓപ്പോ വിവോ ഒന്നും സത്യം പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക്. പക്ഷേ കുറേയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നിരുന്നാലും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വോയിസിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു ബാക്കി തേർഡ് പാർട്ടി ബ്രാൻഡ്സിനോടൊക്കെ എനിക്കൊരു ചെറിയൊരു യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കതൊക്കെ ഓക്കെയാണ്. ഇപ്പം ഇതിനകത്തുള്ള പ്രോസസ്സർ, ഈ ഒരു സെയിം പ്രോസസ്സർ ഒന്നുകൂടെ മോഡിഫൈ ആക്കിയിട്ട് നമുക്കൊരു 40,000 രൂപയിലെ ഫോണിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതും ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസമുണ്ട്. അത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ഗെയിമിംഗ് പെർഫോമൻസ് വീഡിയോയും ക്യാമറ പെർഫോമൻസ് വീഡിയോയും ചാർജിങ് പെർഫോമൻസ് വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് തന്നെ ഇതെല്ലാം ഉണ്ട്. സാംസങ്ങിൻ്റെ മാത്രമല്ല കുറേ ഡിവൈസിൻ്റെയൊക്കെ ഉണ്ട്. നിങ്ങൾ സാംസങ് ഡിവൈസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വില അത്ര കൂടുതലാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് എങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള മൊബൈൽ ഷോപ്പുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് സീൽ കട്ട് സാധനം കിട്ടും. അതായത് സീല് പൊട്ടിച്ച സാധനം നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ആയത് കിട്ടും, ആക്ടിവേറ്റ് ചെയ്തത് കിട്ടും, അല്ലെങ്കിൽ 2 മാസം യൂസ്ഡ് ആയിട്ടുള്ളത് കിട്ടും. അതൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടാനുള്ള ഒരു സാധനമാണ് ഈ സാംസങ് എന്ന് പറയുന്നത്. സാംസങ്ങൊക്കെ നല്ല റേറ്റ് കുറച്ച് കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ വോയിസ് വേണം, നിങ്ങൾക്ക് ബെറ്റർ AI വേണം, നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിങ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത നല്ല പോലെ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വില കൊടുത്ത് നിങ്ങൾ ഒരിക്കലും ഇത് വാങ്ങിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് മാത്രമാണെങ്കിൽ ഐഫോണിലോട്ട് പോകും. ഇത് പറയുന്നത് ഐഫോൺ താല്പര്യമില്ല, ഐഫോൺ എനിക്ക് വേണ്ട, എനിക്ക് ചാർജിങ് ഒക്കെ ഐഫോൺ എടുത്താൽ നടക്കത്തില്ല പെട്ടെന്ന്, എനിക്ക് ഒരു ദിവസം 2 പ്രാവശ്യം എന്തായാലും ചാർജ് ചെയ്തേ പറ്റുള്ളൂ, എന്നാൽ എനിക്ക് അതിന് 2 മണിക്കൂർ എക്സ്ട്രാ കൊടുക്കാനില്ല എന്നുള്ള ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. കാരണം ഇത് 4900 mAh ബാറ്ററി ഉണ്ട്, നല്ലപോലെ ചാർജ് നിൽക്കണുണ്ട് ഈ സാധനം. അപ്പോൾ ഈ ചാർജ് നിൽക്കുന്ന സാധനം 25 വാട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് സാംസങ്ങിൻ്റെ കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂറും 20 മിനിറ്റും എടുത്തുള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വിത്ത് പ്രൂഫ് നമ്മൾ അത് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് കയറി നോക്കിയാൽ മതി. 45 വാട്ടിൻ്റെ അഡാപ്റ്റർ സപ്പോർട്ടാണ്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ കൂടെ നടക്കുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ PC-ലോട്ടൊക്കെ മാറ്റാനാണെങ്കിൽ OTG ഒക്കെ കണക്ട് ചെയ്ത് സുഖമായിട്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. സാധനത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ക്യാമറ യൂസ് ചെയ്യുമ്പം നല്ലപോലെ ഹീറ്റിംഗ് ഉണ്ട്, അത് നമ്മുടെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുമ്പത്തെ ഡിവൈസുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫിയിൽ ഇത് ഇത്തിരി മോശമാണ് കാണിക്കുന്നത്. ഫോട്ടോഗ്രാഫി വലിയ സുഖമില്ല. പക്ഷേ 50 മെഗാ പിക്സൽ നമുക്ക് സുഖമായിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല കിടിലായിട്ടൊക്കെ എടുക്കാൻ പറ്റും. 50 മെഗാ പിക്സൽ 5x വരെ സൂമിന് പോകാൻ പറ്റും മെയിൻ ക്യാമറയിൽ നിന്ന്. പക്ഷേ മെയിൻ ക്യാമറ 1xൽ 50 മെഗാ പിക്സൽ എടുക്കുന്നതാണ് നല്ല. കാരണം സൂമിന് ഇതൊക്കെ നോക്കാനാണെങ്കിൽ അതാണ് നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ. നമുക്ക് നോർമൽ ഫോട്ടോഗ്രാഫിയാണ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ സാധാരണ മുമ്പത്തെ ഡിവൈസ് വെച്ച് നോക്കുന്ന സമയത്ത് തിരിഞ്ഞാണ് പറഞ്ഞത്. വീഡിയോഗ്രാഫി മോശവും ഫോട്ടോഗ്രാഫി നല്ലതായിരിക്കും. പക്ഷേ ഇതിലാണെങ്കിൽ ഫോട്ടോഗ്രാഫി എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ വീഡിയോഗ്രാഫി എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. കാരണം നമ്മളിപ്പം ബ്ലോഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബ്ലൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് വൈറ്റ് മാത്രമായിട്ട് നിൽക്കുന്നില്ല, ബ്ലൂ കിട്ടുന്നുണ്ട്. നമ്മൾ ഫോക്കസ് മാറ്റിയാലും നമ്മളെ ഫേസിൽ തന്നെ ഫോക്കസ് കൊടുത്താലും നമുക്ക് ആ ഒരു സ്കൈയിലെ ബ്ലൂ ഒക്കെ കിട്ടുന്നുണ്ട്. ആ കളേഴ്സൊക്കെ ആണെന്ന് പറഞ്ഞാലും അൾട്രാ വൈഡിൽ നിന്ന് 1xലോട്ട് പോകുമ്പോഴും 10xലോട്ട് പോകുമ്പോഴും ആ ഒരു കളർ വേരിയേഷൻ എന്ന് പറഞ്ഞില്ല, നോർമൽ അൾട്രാ വൈഡിൽ ഏത് കളറാണോ ആ കളർ തന്നെയാണ് നമുക്ക് 10xലും 12xലോട്ട് പോകുമ്പോഴും കിട്ടുന്നത്. പക്ഷേ S23 ശേഷം വന്ന ആ ഒരു 10x, അതായത് ആ 5x എടുത്ത് മാറ്റിയിട്ട് 10x വന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ നമുക്ക് ആ വീഡിയോ റെക്കോർഡിങ്ങിൽ 10x വലിയ ക്വാളിറ്റി ഡ്രോപ്പ് ഒന്നും വരുന്നില്ല. നമുക്ക് ആ ഒരു 5x ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിടിലൻ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ആ ഒരു അടുത്ത് കളഞ്ഞാലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത്. ആ ഒരു 5x മതിയായിരുന്നു എന്നാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത്. ഐ മിസ് ദാറ്റ് 5x ഗൈസ്. പിന്നെ നമുക്ക് ഗെയിമിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഗെയിം എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആണ്. ഗെയിം എടുക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ ഗെയിം എടുക്കുമ്പോൾ ഗെയിം ഓപ്പൺ ആക്കി കളിച്ച് BGMI ഒക്കെ ആണെങ്കിൽ പ്ലെയിനിൽ കയറി ചാടി വന്ന് ഇറങ്ങി കഴിഞ്ഞാലേ സാധനം ഹീറ്റായി തുടങ്ങുള്ളൂ, AC ഫാൻ ഒന്നും കൂടാതെ. അതിനർത്ഥം ഇതിൽ വന്നിരിക്കുന്ന പ്രോസസ്സർ ഇനിയിപ്പോൾ ഏതൊക്കെ ഫ്ലാഗ്ഷിപ്പ് കില്ലറിൽ നമുക്ക് ഈ സെയിം പ്രോസസ്സർ ഉണ്ടെന്ന് പറഞ്ഞാലും
ഫ്ലാഗ്ഷിപ്പ് ലെവലിന് വേണ്ടി, അതായത് 1,00,000 രൂപയ്ക്ക് മുകളിൽ പറഞ്ഞാൽ എല്ലാം ഫ്ലാഗ്ഷിപ്പ് ആണെന്നാണ് ഇപ്പം പൊതുവേ ഒരു കിംവദന്തി ഉള്ളത്. പക്ഷേ ഫ്ലാഗ്ഷിപ്പായിട്ട് കൂട്ടാം. അപ്പോൾ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു സെയിം സാധനം ഈ 1,00,000 രൂപയിലിരിക്കുന്ന സാധനം തന്നെയാണ് 50,000 രൂപ ഇരിക്കുന്ന സാധനത്തിൽ കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. വില കുറച്ചിത് കിട്ടിയാൽ നിങ്ങൾ എടുക്കണേൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ സാധനം. പിന്നെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആണ്. ഔട്ട്ഡോറിലാണെങ്കിൽ നല്ലപോലെ നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ചാർജ് നല്ലപോലെ നിൽക്കണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മൾ S23 S24 വന്ന സമയത്ത് പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്, ഹീറ്റ് അതുപോലെ കുറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധനം ക്യാമറ എടുക്കുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ട്. ബാക്കി പരിപാടിയിലൊന്നും വലിയ ഹീറ്റ് ആവുന്നില്ല. എന്നാൽ ക്യാമറ ഓഫാക്കി ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഹീറ്റ് നല്ലപോലെ കുറഞ്ഞ് 0 ഹീറ്റായിട്ട് മാറുന്നുണ്ട്. ചെറിയൊരു ഹീറ്റ് പോലും ഇല്ലാതെ മാറുന്നുണ്ട്. ഗെയിം കളിക്കാനാണെങ്കിലും ചാർജും ഗെയിം കളിക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. ചാർജ് പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇത് അൺറേറ്റഡ് ആയി പോകാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില തന്നെയാണ്. ആ ഒരു ബ്രാൻഡിൻ്റെ വില, സാംസങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അത്ര വില കൊടുത്ത ആൾക്കാർ എടുക്കാനുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ സാംസങ് ഉണ്ടാക്കി വെച്ച വിലയാണ്. അപ്പോൾ ആ വില കുറഞ്ഞാൽ ഈ സാധനം സത്യം പറഞ്ഞാൽ പൊളിയാണടേ. ഈ ഒരു സാധനം എനിക്ക് നല്ലപോലെ സീരിയസ്ലി ഇതിൻ്റെ വീഡിയോഗ്രാഫി എനിക്ക് സാംസങ്ങിൻ്റെ വലിയ ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷേ ഇതിൻ്റെ വീഡിയോഗ്രാഫി നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാമറ പെർഫോമൻസ് വീഡിയോ ഇട്ട സമയത്ത് തന്നെ കമൻറ്റ് ചെയ്തു ഇത് ലോഗ് എടുക്കാൻ പറ്റുമല്ലോ എന്ന്. നമ്മൾ ലോഗിനെ പറ്റി പറഞ്ഞില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഫോൺ വാങ്ങിച്ചാൽ എല്ലാവരും ലോഗിലൊന്നും എടുത്തുകൊണ്ടൊന്നും ഇരിക്കാൻ പോകണില്ല. ലോഗിലെടുത്ത് ഗ്രേഡ് ചെയ്ത് അങ്ങനെയൊന്നും ഇരിക്കാൻ പോകണില്ല. നമ്മൾ ഒന്നാമതേ നമ്മളെ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ടൈം കൂടി പോകണം എന്നാണ് പരാതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലോഗിനെ പറ്റിയും അതുപോലെ ഇതിൻ്റെ ബാക്കി ഇതിനകത്തുള്ള പരിപാടി, നമ്മളിപ്പം ഇതിൻ്റെ അപ്പേച്ചർ ലെവല്, ക്ലോസ് റേഞ്ച് പോയി ആ മെയിൻ ക്യാമറയിൽ ഇത്രയൊക്കെ നമുക്ക് ബ്ലറായിട്ട് തന്നെ കിട്ടുമെന്നൊക്കെ നമ്മൾ എന്തിനാണ് പഴയ പോലെ നമ്മൾ ഡിവൈസിലൊക്കെ പറയും പോലെ പറയുന്നത്. അപ്പം ഫോൺ വാങ്ങിച്ച് ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു 20 ദിവസം ആൾക്കാർ എന്തായാലും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം നോർമൽ ഫോട്ടോ, പോർട്രേറ്റ് ഫോട്ടോ, നോർമൽ വീഡിയോഗ്രാഫി. സാംസങ്ങിലൊക്കെ പോർട്രേറ്റ് വീഡിയോഗ്രാഫി എടുക്കുന്നത് തന്നെ കുറവായിരിക്കും. ഞാൻ ഇന്നേ വരെ സാംസങ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ അവർ പോർട്രേറ്റ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി? ഞാനും അത് അങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടുമില്ല. ഇതുപോലെ വീഡിയോ പെർഫോമൻസ് കാണിച്ചു തരാൻ നേരത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാനും അത് യൂസ് ചെയ്യില്ല. കാരണം ഇപ്പോഴും ഒരു സുഖം വന്നിട്ടില്ല അതിൻ്റെ ആ ഒരു പോർട്രേറ്റ് വീഡിയോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ. സോ നോർമൽ വീഡിയോഗ്രാഫി, അതുപോലെ തന്നെ ഗെയിമിങ് നല്ലപോലെ ചാർജ് നിൽക്കണം. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് ഈ സാധനം കിട്ടുന്നു. നല്ലൊരു ബ്രാൻഡ് വേണം, നിങ്ങൾക്ക് ബെറ്റർ വോയിസ് വേണം, ബെറ്റർ AI വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോഴും കിട്ടുന്ന വില കൊടുത്ത് നിങ്ങളിത് എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ള ആ ഒരു കാര്യം. ഇതാണ് എൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വേറെ ഏതെങ്കിലും ഡിവൈസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ പറയുന്ന കമൻറ്റാണ് നമ്മൾ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.